നമസ്കാരം. പഹൽഗാമിലുണ്ടായ തീവ്രവാദി ആക്രമണത്തിന് ശേഷം കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരു സൈനിക നടപടി ഉണ്ടാവാനുള്ള സാധ്യത അനുദിനം കൂടി വരികയാണ്. അതിനുള്ളൊരു ലക്ഷണമാണ് സംസ്ഥാനങ്ങളോട് മോക്ക് ഡ്രില്ല് നടത്താൻ കേന്ദ്രം ആവശ്യപ്പെട്ടത്. ഇനി സൈനിക നടപടി ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരു കാര്യം തീർച്ചയാണ്, ഇന്ത്യ പ്രതിരോധ രംഗത്ത് കൂടുതൽ കരുത്താർജിച്ചു വരികയാണ്. അത് മുമ്പും അങ്ങനെ തന്നെയായിരുന്നു. എന്നാലും ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ കരുത്താർജിക്കുന്നതിൻ്റെ തോത് അല്പം കൂടിയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഭാഗമായി തന്നെ പല പ്രതിരോധ കരാറുകളും സമയബന്ധിതമായി നടപ്പാക്കാൻ സർക്കാർ മുൻകൈയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എമർജൻസി പ്രൊക്യൂർമെൻറ്റിൻ്റെ കീഴിൽ ആയുധങ്ങൾ കൂടുതൽ വാങ്ങിക്കൂട്ടാനും തുടങ്ങി. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. ഒപ്പം തന്നെ DRDOയുടെ നിർണായകമായ ഒരു പരീക്ഷണവും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റഷ്യയുമായി വളരെ പെട്ടെന്ന് തന്നെ 260 കോടി രൂപയുടെ ഒരു ഡീലാണ് നടത്തിയിരിക്കുന്നത്. അവരുടെ കൈവശമുള്ള ഇഗ്ല-S മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യ ഇപ്പോൾ വാങ്ങിയിരിക്കുകയാണ്. ഇത് ഇൻഫ്രാറെഡ് ഹോമിങ്ങോട് കൂടിയ മാൻ പോർട്ടബിൾ ആയിട്ടുള്ള സർഫസ് ടു എയർ മിസൈൽ ഡിഫൻസ് സിസ്റ്റമാണ്. വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ഗണത്തിൽപ്പെടുന്നവയാണ് ഇവ. കാരണം 3.5 കിലോമീറ്റർ ഓൾട്ടിറ്റ്യൂഡ് മാത്രമാണ് ഇതിൻ്റെ റേഞ്ച്. താഴ്ന്നു പറക്കുന്ന ഹെലികോപ്റ്ററുകളെയും ഡ്രോണുകളെയും യുദ്ധവിമാനങ്ങളെയും ഒക്കെയാണ് ഇത് ലക്ഷ്യമിടുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ചൈനയിൽ നിന്ന് വാങ്ങിക്കൂട്ടിയ അനേകം ഡ്രോണുകൾ കൈവശമുണ്ട്. അവയൊക്കെ പലപ്പോഴും ഇന്ത്യൻ അതിർത്തിയിലേക്ക് അവർ പറത്തിവിടാറുമുണ്ട്. ഇത്തരം ഡ്രോണുകളുടെയൊക്കെ എഞ്ചിനിൽ നിന്ന് വമിക്കുന്ന ചൂട് തേടിയായിരിക്കും ഇഗ്ല-S മിസൈലിൻ്റെ യാത്ര. ഇൻഫ്രാറെഡ് ഹോമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. പിന്നെ സാധാരണമായി ഒരു മിസൈൽ ഡിഫൻസ് സിസ്റ്റം മൗണ്ട് ചെയ്യാൻ ആവശ്യമായ ട്രക്കൊന്നും ഇവിടെ വേണ്ടതില്ല. കാരണം വെറും 10.5 കിലോഗ്രാം ഭാരവും 1.5 മീറ്റർ നീളവും മാത്രമാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ ഏതൊരു സൈനികനും ഇതിനെ തട്ടി തോളിൽ കയറ്റാവുന്നതേ ഉള്ളൂ. 1980കളുടെ പകുതിയോടുകൂടിയാണ് അന്നത്തെ സോവിയറ്റ് യൂണിയൻ ഈ മിസൈൽ ഡിഫൻസ് സിസ്റ്റം വികസിപ്പിച്ചെടുക്കുന്നത്. അതിൽ പിന്നെ ഇങ്ങോട്ട് പല യുദ്ധങ്ങളിലും, പ്രത്യേകിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ പോലും ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട്. 48 ലോഞ്ചറുകളും 90 മിസൈലുകളുമാണ് ഈ കരാറിൻ്റെ ഭാഗമായി ഇന്ത്യക്ക് ലഭിക്കുന്നത്. പിന്നെ ഡ്രോൺ ഭീഷണിയെ ചെറുക്കാനായി നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു സിസ്റ്റത്തെക്കുറിച്ച് കൂടി അറിയേണ്ടതായുണ്ട്. ഇൻഡിജീനിയസ് ഇൻ്റഗ്രേറ്റഡ് ഡ്രോൺ ഡിറ്റക്ഷൻ ആൻഡ് ഇൻ്റർഡിക്ഷൻ സിസ്റ്റം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഏകദേശം 8 കിലോമീറ്റർ ദൂരപരിധിയിൽ വരുന്ന ഡ്രോണുകളെ കണ്ടെത്തി ജാം ചെയ്ത് സ്പൂഫ് ചെയ്ത് വേണ്ടി വന്നാൽ അവയെ നശിപ്പിക്കാനും ഇതിന് കഴിവുണ്ട്. ഈ ഒരു സിസ്റ്റത്തിൻ്റെ സഹായത്തോടുകൂടി അടുത്തിടെ ജമ്മുവിൽ 16 കോപ്പ് സോണിൽ വെച്ച് ഒരു പാകിസ്ഥാനി ഡ്രോണിനെ നമ്മൾ തകർക്കുകയുണ്ടായി. അടുത്തതായി പറയുന്നത് ഈ പ്രത്യേക സാഹചര്യത്തിൽ DRDO കൈവരിച്ച ഒരു സുപ്രധാന നേട്ടത്തെക്കുറിച്ചാണ്. ഇന്ത്യ ആദ്യമായി ഒരു സ്ട്രാറ്റോസ്ഫിയറിക് എയർഷിപ്പ് പ്ലാറ്റ്ഫോമിൻ്റെ പരീക്ഷണ പറക്കൽ നടത്തിയിരിക്കുകയാണ്. മധ്യപ്രദേശിലെ ഷിയോപോർ ട്രയൽ സൈറ്റിൽ നിന്നായിരുന്നു പറക്കൽ. എന്താണ് സ്ട്രാറ്റോസ്ഫിയറിക് എയർഷിപ്പ് പ്ലാറ്റ്ഫോം എന്ന് നോക്കാം. ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്ലാറ്റ്ഫോം സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്യൂഡോ സാറ്റലൈറ്റ് എന്ന ഗണത്തിൽപ്പെടുന്ന ഒരു ഉപകരണമാണ് ഇത്. ഭൂമിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ചില പ്രത്യേക മേഖലകളെ നിരീക്ഷിക്കാനും അവിടേക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താനുമൊക്കെയാണ് ഇവ സാധാരണയായി ഉപയോഗിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു എയർഷിപ്പ് അല്ലെങ്കിൽ ബലൂണാണ് നമ്മൾ വിക്ഷേപിച്ചത്. സാധാരണയായി ഇത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 15 മുതൽ 20 കിലോമീറ്റർ വരെ ഉയരത്തിലായിരിക്കും സഞ്ചരിക്കുക. 1969 ഇത്തരത്തിലുള്ള ഒരു ഉപകരണം ആദ്യമായി ഭൂമിക്ക് മേലെ പറന്നത്. വളരെ ചുരുക്കം രാജ്യങ്ങൾക്ക് മാത്രം കൈവശമുള്ള ഒരു സാങ്കേതിക വിദ്യ തന്നെയാണ് ഇതും. ഇന്ത്യയും ഇപ്പോൾ ആ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുകയാണ്. DRDOയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏരിയൽ ഡെലിവറി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ. ഇൻസ്ട്രുമെൻ്റൽ പേലോഡും വഹിച്ച് 17 കിലോമീറ്റർ ഉയരത്തിൽ വരെ ഇതിന് പറക്കാൻ സാധിച്ചു. ഓൺബോർഡ് സെൻസറുകളിൽ നിന്നുള്ള സിഗ്നലുകളും വിജയകരമായി ലഭിച്ചു. 62 മിനിറ്റുകൾ നീണ്ടു നിൽക്കുന്നതായിരുന്നു പരീക്ഷണ പറക്കൽ. ഏതായാലും നിലവിലെ ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഈ വിജയം പാകിസ്ഥാൻ്റെ ഉറക്കം കെടുത്തുമെന്നുള്ളത് തീർച്ചയാണ്. ഇന്ത്യ മഹാരാജ്യം കൂടുതൽ ശക്തി ആർജിക്കട്ടെ. ജയ് ഹിന്ദ്.